കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്ന യേശുവേ നന്ദി, ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. ശക്തിയോടെ പാടാം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന
ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ടേക്ക് ഗോഡ് സീരിയസ്. ദൈവത്തെ ഗൗരവപരമായി എടുക്കുക. ദൈവാനുഭവത്തിൻ്റെ ഒരു ആദ്യ പാഠമാണത്. ആദ്യമായിട്ട് ഇപ്പോഴും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാനുള്ള, ഇപ്പോൾ ഒരു വർഷം 12 മാസമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം സഭ റിച്ചാകണത്, ധന്യമാകുന്നത് ഏത് മാസമാണ്? ഒക്ടോബർ മാസമാണ്. കാര്യം ഒരേ സമയം തന്നെ നമ്മൾ മിഷനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഒരേ സമയം തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നു. അതോടുകൂടിയാണ് നമുക്ക് ദൈവദൃസന്നിധിയിൽ കൂടുതൽ സ്വാധീനവും ദൈവാനുഭവവും ഇതെല്ലാം പ്രയോഗത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോഴും അതിലൊരു വിഷയം എന്താ? ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണ് 13 പേര്. ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വിഷയം എന്താണ്? കർത്താവിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു വിഷയം. നിബന്ധനകളിലും നിയോഗങ്ങളിലുമുള്ള ഒരു വിഷയം കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്. കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ദൈവത്തിന് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളുടെ ആധ്യാത്മിക കൃപയുടെ നിലവാരം ഉയരും. കൃപയുടെ നിലവാരം ഉയരുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾക്കും ആധ്യാത്മികമായ വിഷയങ്ങൾക്കും കൃത്യമായി നമ്മൾക്ക് മറുപടി കിട്ടും. കാര്യം ഞാൻ ഇന്നലെ വൈകുന്നേരം അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും. ഭയങ്കര വചനമാണത്. ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 10:32. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോഴേ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഫോർമുല അതാണ്. അപ്പം നിസ്സാര കാര്യമല്ലേ. ഞാൻ മിഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളവർക്കും പെട്ടെന്ന് പ്രേക്ഷിത പ്രവർത്തനം വന്നാണ്. ഹോൾ ലൈഫ് ഈസ് മിഷൻ. നമ്മുടെ ഓരോ മൂവ്മെൻറ്റും മിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ നമുക്ക് വാക്കിലൂടെ ഏറ്റുപറയാം, ഇല്ലേ? മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ദൈവത്തെ വാക്കിലൂടെ ഏറ്റുപറയാം, പ്രവൃത്തിയിലൂടെ ഏറ്റുപറയാം, പ്രാർത്ഥനയിലൂടെ ഏറ്റുപറയാം. ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ ഏറ്റുപറഞ്ഞാലും അതെല്ലാം ഈശോ എന്നാ പറയും? ദൈവപിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇത് ഒരു പക്ഷേ ബൈബിളിൽ ഏറ്റവും ഈടുള്ളൊരു വചനമാണിത്. ഇപ്പോൾ രോഗം സുഖപ്പെടാനും പട്ടിണി മാറാനും അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം വരാനും എല്ലാത്തിനും ഒരു പോംവഴിയാണ്. എന്താണ്? ഈ 10:32 മത്തായി ശ്ലീഹ. നിങ്ങളത് മറന്നു പോകരുത്. നിങ്ങൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ വചനം അങ്ങ് DTP ചെയ്തിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണം. ഇടയ്ക്ക് നോക്കണം. എന്താ കാര്യം? ഇതൊരു തുറവി വചനമാണ്. ഇതിലൂടെ ഈ വാതിൽ തുറന്നാൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്ന് പറഞ്ഞേ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പം എങ്ങനെയല്ല ഈ മിഷൻ മാസത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ സമർത്ഥമായ കൃപ എങ്ങനെ ആർജിക്കാം? ഇപ്പം ഉദാഹരണത്തിന് ഈശോ
അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് എന്താ ചെയ്തത്? 5-ാമത്തെ പീഡാനുഭവ പ്രവചനം ഒന്ന് അനുസ്മരിക്കുകയാണ് ചെയ്തത്. പല പീഡാനുഭവ പ്രവചനങ്ങൾ ഈശോ നടത്തിയിട്ടുണ്ട്. 3 തിയോളജിയൻസ് അംഗീകരിക്കുന്നത്. പക്ഷേ നമ്മൾ സുവിശേഷം ശരിക്കും ഒന്ന് സ്ക്രൂട്ടണി ചെയ്താൽ ഇതൊക്കെ ഒരു 4 പീഡാനുഭവ പ്രവചനമുണ്ട്. കാര്യം ഈ ക്രിസ്തീയതയുടെ അന്തസത്ത കാച്ചി കുറുക്കി വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അകത്താണ്? ഈ പാഷൻ പ്രഡിക്ഷൻസിൻ്റെ അകത്താണ് പീഡാനുഭവ പ്രവചനം. എന്താ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? പീഡാനുഭവ പ്രവചനമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ വിചാരിക്കും ശരി സമ്മതിച്ച് അത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനമാണ്. എന്താ ഈശോ പറഞ്ഞത്? 16:21 അല്ലേ? മത്തായി ശ്രീകാരുടെ സുവിശേഷം 16:21. എന്താണ് പീഡാനുഭവ പ്രവചനം? മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. ഒരു സംഭവം എന്താണ്? ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക. രണ്ടാമത്തെ എന്താണ്? അവർ അവനെ പീഡിപ്പിക്കും. മൂന്നാമത്തെ എന്താണ്? അവർ അവനെ ക്രൂശിക്കും. നാലാമത്തെ എന്താണ്? 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത്രയും സാധനമാണ് മിഷൻ. ഇതാണ് മിഷൻ എന്ന് പറയണത്. ഈ മിഷനെക്കുറിച്ചാണ് ഈശോ ആദ്യം ഡിസ്കസ് ചെയ്തത്. ആരുമായിട്ട്? പുരോഹിതന്മാരുമായി ഡിസ്കസ് ചെയ്തത് പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞില്ലേ? ദിസ് ഇസ് എ തിങ്. നമുക്ക് ഒരു ക്രിസ്ത്യാനിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:49 ഒരു വചനമുണ്ട്. കാര്യം അമ്മ ചോദിക്കും ഈശോനോട്, ഈശോ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ് ആദ്യത്തെ പീഡാനുഭവ പ്രചരണം. എന്താണ്? ഒരു ഷെയ്ഡാണ്, ഷാഡോ പാഷൻ പ്രഡിക്ഷൻ. എന്താണ്? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ 2:49 എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് സംഭവം. യേശുവിനെ കെയർ ചെയ്യുന്നവർ എപ്പോഴും അറിയേണ്ട ഒരു സംഭവമാണ്. എന്താണ്? പിതാവിൻ്റെ കാര്യങ്ങളിലുള്ള വ്യാപൃത. ഇത് സഭ എന്ന് ഈ കാര്യങ്ങൾ വ്യാപൃതരാകാതിരിക്കുന്നു, അപ്പോഴും നമ്മൾ അൺമിഷൻ ചെയ്തു പോകും. ഇതാണ് മിഷൻ. എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് ഒരു ചോദ്യം. ആ പിതാവിൻ്റെ കാര്യങ്ങൾ എന്താണ് ശരിക്കും? പിതാവിൻ്റെ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക. ഈ എന്താണ് ഈശോ നീ ഈ പുരോഹിതന്മാരുമായിട്ട് ദേവാലയത്തിൽ തർക്കിച്ചതെന്ന് ബൈബിളേ ഇല്ല. പക്ഷേ ബൈബിളിൽ ഒരു കാര്യമുണ്ട്, അത് പിതാവിൻ്റെ കാര്യമാണെന്ന്. പിതാവിൻ്റെ കാര്യം വ്യക്തമാണ്. എന്താണ്? പിതാവിൻ്റെ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി. അത് പീഡാനുഭവത്തിലൂടെ വരണതാണ്, പാപത്തിന് പരിഹാരം ചെയ്യാൻ. അപ്പോൾ മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പിതാവിൻ്റെ കാര്യം. ആ പിതാവിൻ്റെ കാര്യം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. കാര്യം ഇവർക്ക് അങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ടെന്ന് ഈശോ പരിശോധിക്കുക. കാര്യം ഇനി ഒരു ക്രിസ്തു വരാനില്ല. ഇപ്പോൾ വന്ന ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് മിശിഹായെക്കുറിച്ചുള്ള ഇവരുടെ സങ്കല്പം, അതിനെക്കുറിച്ച് അപ്പോൾ അവർക്ക് അവരുടെ സങ്കല്പങ്ങൾ പറയുമ്പോൾ ഈശോ തിരിച്ചു പറയും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തർക്കമായി. ഇതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയണത്. ഞാൻ എന്താ ഇങ്ങനെ നിങ്ങളോട് പറയണം തരാമോ? നിങ്ങളെ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരൊക്കെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സമാധാനം വരണത്. അതല്ല വേറൊരു മാർഗ്ഗം നമ്മുടെ മുമ്പിലില്ല. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ പിതാവിൻ്റെ കാര്യത്തിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാനാണ് ആദ്യത്തെ ശ്രമം. ഇപ്പോൾ 12-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ കാര്യം വെളിപ്പെട്ടെങ്കിലും ആദ്യത്തെ ശ്രമം എന്താ? നമ്മൾ മരുഭൂമിയിലെ പരീക്ഷ വരുമ്പോഴെന്താണ്? ഈ പിതാവിൻ്റെ കാര്യത്തിൽ നിന്ന് ഈശോനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം.
അതിനാണ് സാത്താൻ വളരെ ശാസ്ത്രീയമായിട്ടാണ്, വളരെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്, വളരെ മാനുഷികമായ ഒരു ഇടപെടലാണ്. ഏറ്റവും കൂടുതൽ സിമ്പതിയോടുകൂടിയാണ്, ദൈവത്തെക്കാൾ സിമ്പതിയോടുകൂടി സാത്താൻ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ഈ മരുഭൂമികൾക്കുണ്ടാകുന്നൊരു പ്രശ്നം അതാണ്. ദൈവത്തെക്കാൾ സിമ്പതി സാത്താന് തോന്നണ ഒരു സ്ഥലമാണ്. രോഗം വരട്ടെ, അല്ലെങ്കിൽ കടങ്ങൾ പെരുകട്ടെ, അല്ലെങ്കിൽ ഉറ്റവർ മരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടാകട്ടെ, അപ്പോഴേ ദൈവത്തെക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ദൈവത്തെക്കാൾ കമ്പാഷനേറ്റായിട്ട് അനുകമ്പയുള്ള ആളായിട്ട് സാത്താനെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിതാവിൻ്റെ കാര്യത്തിന് ബദൽ സുവിശേഷം ആൻറ്റി ഗോസ്പെലിംഗ് തുടങ്ങണം അവിടെ വെച്ചാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ലോകം മുഴുവൻ. നമ്മൾ വളരെ വിജിലൻ്റായിട്ട് നിന്നില്ലെങ്കിൽ ഈ പിതാവിന് ഇതുപോലെ ഉണ്ടാകുന്ന സമയം നമുക്ക് അറിയാൻ പറ്റാതെ വരും. ഈശോയോട് സാത്താൻ ചോദിക്കുന്ന ചോദ്യമില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടന്ന് ചാകണത്, വല്ല കാര്യമുണ്ടോ? ഏത് പീഡാനുഭവം കുറിച്ചും വരണോ ഉയർത്തുന്നേപ്പാണെന്ന് പറഞ്ഞാൽ ആളുണ്ടായിട്ട് വേണ്ടേ ഇതൊക്കെ നടത്താൻ, വല്ലതും ഭക്ഷണം കഴിക്കുമെന്ന് പറയും. എന്നിട്ട് പറയും നിനക്ക് കഴിവുണ്ടല്ലോ എന്ന് പറയും. നിൻ്റെ പിതാവ് നിനക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ, കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കാൻ പറയും. അപ്പോൾ മാനുഷിക കാര്യങ്ങളിലേക്ക് ഈശോ 40 ദിവസം ഉപവസിച്ചത് പിതാവിൻ്റെ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങളായിരുന്നു. ഈ ദൈവിക കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് വ്യാഖ്യാനിച്ച് മാനുഷികമായ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ഓർക്കുക, ആൾ മരുഭൂമി പ്രത്യക്ഷപ്പെട്ട ആൾ സഭക്കുള്ളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ദൈവികമായ കാര്യങ്ങളിൽ നിന്നാണ് ഈശോ 40 രാവും 40 പകലും ഉപവസിക്കുകയാണ്. എന്നിട്ട് ഈ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് പിതാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് കർത്താവിനെ മാറ്റിയിട്ട് മാനുഷികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. തന്ത്രപൂർവ്വമായിട്ട് ചെയ്തത്. ഇതിന് പറഞ്ഞ് സാത്താൻ എന്താ പറയണത്, എന്തിനാ നിങ്ങളുടെ വിശന്ന് എല്ലിനും തോലുമായിട്ട് നിൽക്കണത്, കല്ലുകളോട് അപ്പമാകാൻ പറയൂ എന്ന് പറയുന്നത് എന്താണ്? ദൈവിക കാര്യങ്ങൾ മാറ്റിപ്പിടിക്കൂ, മാനുഷിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂ. വി ആർ പ്രൊക്ലെയിമിങ് ദ പേഴ്സൺ ജീസസ്. നമ്മൾ ആരെ പ്രൊക്ലെയിം ചെയ്യണത്? വാല്യൂ അല്ല, നമ്മൾ പ്രൊക്ലെയിം ചെയ്യണത് ഒരു പേരാ, ഒരു നാമം, സിംഗിൾ നെയിം. എന്തിനാണ്? ഫോർ ദ സാൽവേഷൻ ഓഫ് ദ മാൻകൈൻഡ് വി ആർ പ്രൊക്ലെയിം ദ സിംഗിൾ നെയിം. ദ സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്പൻതൊട്ടി എന്ന സ്ഥലത്ത് നിന്നും വരുന്നു. ഞാൻ എൻ്റെ അനുജന് ജോലി കിട്ടിയതിന് സാക്ഷ്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സൗദിയിലായിരുന്നു, നേഴ്സായി വർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ജോസഫ് അച്ഛൻ്റെ ആരാധന കാണുമായിരുന്നു, പിന്നെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് ഞാൻ അനിയന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു ജോലി കിട്ടാൻ വേണ്ടി. മാർച്ച് 8-ാം തീയതിയാണ് ഞാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചത്. മാർച്ച് 13-ാം തീയതി അവന് വിസ വരികയും സിംഗപ്പൂരിലേക്ക് ജോലി കിട്ടി പോവുകയും ചെയ്തു. ഞാൻ മാർച്ചിൽ തന്നെ പോകണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഞാൻ വെക്കേഷൻ വരുമ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ ഏറ്റിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. മാർച്ച് 8-ാം തീയതി ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 13-ാം തീയതി ജോലി കിട്ടി. എത്ര ദിവസം എടുത്തു? അതാ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് എന്തും ലഭിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകുർബാനയെ നിങ്ങളെ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. അമ്മ പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന്
അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ആരാധന ആരാധന ആരാധന. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പലതരത്തിലെ മാനസികമായി ഇടിഞ്ഞുപോയവരെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളാൽ മനസ്സിടിഞ്ഞു പോയവരെ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്തവരെ വചനം കേട്ടിട്ട് മടുപ്പ് തോന്നുന്നവരെ കുടുംബത്തിലെ കലഹങ്ങളാൽ പലതരത്തിലുള്ള സ്നേഹരാഹിത്യങ്ങളാൽ രോഗങ്ങളാൽ മൂലം മനസ്സിടിഞ്ഞു പോയവരെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അവരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. സമർപ്പണ ഗാനം ആരംഭിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ ആരാധന സമർപ്പിക്കുന്നു. എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ മേഖലകളെല്ലാം സമർപ്പിക്കുകയാണ്. നിങ്ങൾ അച്ഛൻ കാണിക്കണ പോലെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആദ്യം പരിശുദ്ധ അമ്മ വഴി നമ്മളതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അഭിഷേക പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ദൈവകുർബാനയിൽ നിന്ന് ശക്തി എഴുന്നള്ളി വന്ന് നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവേ, മനസ്സ് തളർന്ന വ്യക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പലതരത്തിലെ ശിരസ്സിന് രോഗമുള്ള കുഞ്ഞുങ്ങള്, നടക്കാത്ത കുഞ്ഞുങ്ങള്, പല വലിയ കുഞ്ഞുങ്ങള്, കിടന്നുപോയ കുഞ്ഞുങ്ങള്, പലതരത്തില് ജനിതകമായ വേദനയുള്ള രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളെ കർത്താവേ ഇപ്പോഴും സ്പർശിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്തരം കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഭാവന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.